സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ ഉണ്ടായിക്കട്ടെ. ഈ ഒരു സന്ധ്യാമത്തിൽ ദൈവടിയാൻ ഒരു സാക്ഷിയോട് നിർത്തി ഓർത്തി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അടിയൻ വിവാഹത്തോടനുബന്ധിച്ച് ഒരു പ്രാർത്ഥനയിൽ കടന്നു വന്നിരിക്കുന്ന പ്രീതിദാസന്റെ സന്തോഷ് പാസ്റ്റർ, സമയവിശ്വാസികൾ ഏവർക്കും ഞാൻ എൻ്റെ നന്ദി ആദ്യമായി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടിയൻ്റെ ഒരു ചില അനുഭവ സാക്ഷ്യവും ജീവിതത്തിൽ നടത്തിയ ചില അനുഭവങ്ങളൊക്കെ പങ്കിട്ടുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ എത്താനിരിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വീട് ശരിക്കും തിരുവല്ല എന്ന പ്രദേശത്താണ്. നിങ്ങൾക്ക് ചിലർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. തിരുവല്ല എന്ന പ്രദേശത്താണ് ഞാൻ ജനിച്ചത്. എൻ്റെ അച്ഛൻ്റെ കുടുംബമായ തിരുവല്ല ഓതറ എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ ബാല്യത്തിൽ തന്നെ ഒരു 7 വയസ്സുള്ളപ്പോൾ എൻ്റെ മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ പിതാവാണ് എന്നെ അത് നോക്കിയത്. എന്നാൽ അച്ഛൻ CSI കുടുംബത്തിൽ നിന്നാണ് വന്നത്. വേർതിരിഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി കടന്നു വന്നു. ആ ഒരു കുടുംബ ജീവിതത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ അച്ഛനോടൊക്കെ സഹോദരങ്ങൾക്ക് വളരെ ദ്വേഷവും വിരോധവും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അച്ഛൻ ഇനി എൻ്റെ ജീവിതത്തിൽ കാണിച്ചു തന്നൊരു മാർഗം, ആ മാർഗത്തിൽ ഞാൻ പിന്നെ ജീവിതത്തിലുടനീളം അത് കാത്തു സൂക്ഷിക്കാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ അച്ഛന് വളരെ ഈ സഹോദരങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊന്നും അച്ഛൻ എന്നെ അവിടെ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ എൻ്റെ 8ാമത്തെ വയസ്സിൽ എന്നെ അച്ഛൻ ഒരു മല്ലപ്പള്ളിയിൽ ഒരു ഓർഫനേജിൽ കൊണ്ടുവിടാൻ ഇടയായി. അങ്ങനെ അവിടെ നിന്ന് വളരുന്ന സമയത്ത് അച്ഛന് തിരുവല്ലാതൊരു കടയുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അവിടെ നിന്ന് അച്ഛൻ എന്നെ ഒറ്റയ്ക്ക് നോക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അങ്ങനെ ആ സാഹചര്യത്തിലൊക്കെ അച്ഛൻ ഇവിടെ ഈ ഓർഫനേജ് കൊണ്ടാക്കി. അങ്ങനെ ഒരു എനിക്കൊരു 9 വയസ്സുള്ള സമയത്താണ് ഒരു ദിവസം അച്ഛൻ ഇതുപോലെ കടയൊക്കെ അടച്ചിട്ട് ഇങ്ങനെ തിരിച്ച് ഭവനത്തിലേക്ക് പോവുകയായിരുന്നു. ആ പോകുന്ന വഴിയിൽ അച്ഛന് ബസ്സിലാണ് പോയത്. അങ്ങനെ ബസ് ലാസ്റ്റ് സ്റ്റോപ്പിൽ വന്ന് എൻ്റെ വീടിൻ്റെ സ്റ്റോപ്പിൻ്റെ അടുത്ത ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ്. അങ്ങനെ അവിടെ ബസ്സിൽ ഒരു കണ്ടക്ടറൊക്കെ ഇറങ്ങി നോക്കിയപ്പം ഒരു ബസ്സിൻ്റെ ലാസ്റ്റ് ഒരാളിങ്ങനെ അവിടെ ഇങ്ങനെ അനങ്ങാതിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ അവരെടുത്തു വന്ന് ചോദിച്ചു, എന്താ അനങ്ങാത്ത എന്നുള്ള രീതി അവരിങ്ങനെ ചോദിച്ചു വന്നപ്പോൾ അനക്കമില്ല. അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ പിതാവാണ് അറ്റാക്ക് വന്ന് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുകയായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ അതൊന്നും അറിയുന്നില്ല. ഞാനിങ്ങനെ ഈ മല്ലപ്പള്ളിയിലായിരുന്നതുകൊണ്ടും ആ സമയത്ത് എന്നെ അതൊന്നും അറിയിച്ചില്ല. അങ്ങനെ അവർ ആ സമയത്ത് എൻ്റെ സ്കൂളിൽ തന്നെ എൻ്റെ അവിടുന്ന് ആൾക്കാർ വന്നു. ഇങ്ങനെ അച്ഛനെ വയ്യാതായിരിക്കുകയാണ്, വീട് വരെ ഒന്ന് പോകണം. അപ്പം എന്നെ ഹോസ്റ്റലിലെ ആൾക്കാരൊക്കെ ആയിട്ട് എന്നെ അവിടെ കൊണ്ടുചെന്നപ്പോൾ ഞാൻ കാണുന്ന അച്ഛൻ്റെ ബോഡിയാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഹോസ്റ്റലിലെ അധികാരികളൊക്കെ അവരോട് ചോദിച്ചു, ഈ മകനെ ആരും നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഇവരെ നോക്കാൻ പറ്റത്തില്ലെന്ന് പറയാനിടയായി. അങ്ങനെ അവർ എന്നെ വീണ്ടും തിരിച്ച് എന്ത് ചെയ്ത് ഈ ഓർഫനേജിലേക്ക് കൊണ്ടുപോയിടയായി. ബൈബിളിലെ 27 സങ്കീർത്തനം 10-ാം വാക്യം ഇപ്രകാരം പറയുന്നു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു എങ്കിൽ യഹോവ എന്നെ ചേർത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ എൻ്റെ സഹോദരങ്ങൾ, അച്ഛൻ്റെ സഹോദരങ്ങളെല്ലാം എന്നെ ഉപേക്ഷിച്ചെങ്കിലും യഹോവ എന്നെ ചേർത്തുകൊണ്ടു. കർത്താവേ, രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും. കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എനിക്കൊരു 14 വയസ്സുള്ളപ്പം ഈ ഓർഫനേജിന്റെ ഒരു ചെറിയ ഇഷ്യൂ കാരണം അത് നിർത്തിപ്പോകാൻ ഇടയാവുന്നു. അപ്പോൾ ഓർഫനേജ് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ്, നിനക്ക് പോകാനായിട്ട് ഇടയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല. കർത്താവ്, രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും. അങ്ങനെ അവർ എന്നോട് പറഞ്ഞു, നിങ്ങൾ വേറൊരു സ്ഥലം നോക്കണം, കാരണം ഇതിവിടെ നിർത്തിപ്പോവാണ്. ഈ ഗവൺമെന്റിന്റെ ഇഷ്യൂസ് കാരണം ഈ സ്ഥാപനം ഇനി അധികം നാളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, വേറെ ഇതിനൊരു മാർഗം നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് 14 വയസ്സുള്ളപ്പോൾ ഞാൻ റോഡിലേക്ക് ഇറങ്ങാൻ വേണ്ടി അങ്ങനെ ഞാൻ വീണ്ടും അവിടുന്ന് വേറൊരു ഓർഫനേജിലേക്ക് മാറുകയായി. അങ്ങനെ ഞാൻ വിചാരിച്ചു, ദൈവം എനിക്കൊരു വഴി തുറന്നു തരണം. അങ്ങനെ 15-ാമത്തെ വയസ്സിൽ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു
പത്തനാട് എന്നൊരു സ്ഥലത്തേക്ക് വരുന്നത്. അവിടെ ദൈവം കൊണ്ടുവന്നു. അവിടെ നിന്ന് കുറേ ഞാൻ പ്ലസ് ടു കഴിഞ്ഞു. അവിടെ 10ാം ക്ലാസ് പാസ്സായി. പ്ലസ് ടു ജീവിതം അവിടെ നിന്ന് പഠിച്ചു. ജീവിതത്തിൽ പഠനകാലങ്ങളൊക്കെ വളരെ ക്ലേശകരമായിരുന്നു. അവിടുത്തെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അവിടെ നിന്ന് അനുഭവിക്കാനിടയായി. എങ്കിലും പഠനം മുഖ്യമാണെന്ന് കരുതി അങ്ങനെ ഡിഗ്രി ചെയ്യാനിടയായി. ഡിഗ്രി ചെയ്ത് പഠിച്ച ശേഷം വിചാരിച്ചു വീണ്ടും പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അവിടെ. അങ്ങനെ ദൈവം എനിക്ക് കൃപ തന്നു. അങ്ങനെ എൻ്റെ PG MSc കെമിസ്ട്രി എടുക്കാൻ എനിക്ക് സഹായിച്ചു. ഞാൻ അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ടപ്പോൾ എന്നോട് ആൾക്കാർ പറഞ്ഞു എനിക്ക് പഠിക്കാൻ അവസരമില്ല. അപ്പം ഞാനാണ് ഈ പഠന സമയത്തൊക്കെ തന്നെ വളരെ ജോലി ചെയ്തു, വളരെ അധ്വാനിച്ചാണ് ആ സമയത്തൊക്കെ ഞാൻ കടന്നുപോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വർഷം കൂടി ഞാൻ ആ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, കാരണം പഠനവുമായി ബന്ധപ്പെട്ട ഒരു ജോലിയല്ല ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനിവിടെ നിർത്തുവാന്ന് പറഞ്ഞു. അപ്പം എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞു. കാരണം എൻ്റെ വീട് എവിടെയാണെന്ന് പോയി എനിക്കൊരു ഓർമ്മയില്ല. കാരണം ബിക്കോസ് ഞാൻ അവിടുന്ന് പോകുന്നത് എനിക്ക് 7-8 വയസ്സുള്ളപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പിന്നെ ഞാൻ ആ വീട് കാണുന്നത് 19 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ വീട് കാണുന്നത്. ആ സമയമായപ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ്റെ സഹോദരങ്ങൾ വീടെല്ലാം നശിപ്പിച്ചു. ആ വീടും ആ സ്ഥലം എല്ലാവരും കൈക്കലാക്കി. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇവിടുന്ന് എനിക്ക് ഇങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ നാട് വിട്ടു പോകാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ ഞാൻ 2018 ആദ്യമായിട്ട് വരുന്ന സ്ഥലമാണ് ഈ റാന്നി എന്ന് പറയുന്ന പ്രദേശം. അന്നെനിക്ക് ഞാൻ റാന്നി വന്ന ശേഷം ഞാൻ ഡൽഹിക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് വരുന്നത്. അങ്ങനെ 2018 ഞാൻ വന്ന ശേഷം വെള്ളപ്പൊക്കം വന്നത്. അങ്ങനെ ഞാൻ കുറച്ച് നാളിവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡൽഹിയിലേക്ക് ട്രെയിൻ കയറി. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് അവിടെ ലാംഗ്വേജ് അറിയത്തില്ല, അവിടെ ആരെ അറിയില്ല, ഒരു മനുഷ്യനെ അറിയില്ല. ഞാൻ ഡൽഹിയുടെ പ്രദേശത്തേക്ക് ട്രെയിൻ കയറി. അവിടെ ചെന്ന് ഇറങ്ങി എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കണം, അവിടെ എങ്ങനെ ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോടാണ് പോയത്. അങ്ങനെ 2018 ഞാൻ കണ്ട വ്യക്തിയാണ് ഷിയോച്ചൻ. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ആദ്യമായി ഷിയോച്ചനെ കാണുന്നത്. അന്ന് മുതൽ എന്നോട് കാണിച്ച സ്നേഹം, കരുതലൊന്നും ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് എനിക്ക് റാന്നിയുടെ പ്രദേശത്തോടുള്ള റാന്നിയുടെ വന്നത്. അത് കഴിഞ്ഞ ശേഷം ഞാൻ അവിടെ ഒരു 3 മാസം ഞാൻ അവിടെ താമസിച്ചു. താമസ സമയത്തൊക്കെ അവിടെ ചർച്ചയാരൊക്കെ വളരെ സപ്പോർട്ടീവായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞാൻ ഒരു ജോലിയുടെ ബന്ധത്തിൽ അവിടെ നോക്കി. അത് അവിടെ റെഡിയായില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഹൈദരാബാദിലേക്ക് പോയി. ഹൈദരാബാദിൽ എനിക്കൊരു ജോലി റെഡിയായി. അങ്ങനെ ഒരു 3-4 വർഷം ഞാൻ ഹൈദരാബാദിൽ ജോലി ചെയ്യാൻ റെഡിയായി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് എറണാകുളത്തെ പ്രദേശത്തേക്ക് ഒരു ജോലിയുടെ ട്രാൻസ്ഫർ ഞാനൊരു വേറെ ജോലി അപ്ലൈ ചെയ്തു. അങ്ങനെ എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ജോലി ചെയ്യാൻ നിലവിടായി. അങ്ങനെ വീണ്ടും ഞാൻ റാന്നിയുടെ പ്രദേശത്തേക്ക് വീണ്ടും തിരിച്ചങ്ങോട്ട് വരാനിടയായി. അത് കഴിഞ്ഞ് ചർച്ചുമായി ബന്ധപ്പെട്ട് പോകുവാനും അതിനുശേഷം റാന്നി ടൗൺ ചർച്ചുമായി ബന്ധപ്പെട്ട് പോകുവാനും ദൈവം സഹായിച്ചു. അങ്ങനെ ഞാൻ ഈ വിവാഹ കാര്യങ്ങളെ പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. ബിക്കോസ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ് എനിക്ക് നന്നായി അറിയാം. കാരണം ഒരു വിവാഹം എന്ന് പറയുന്നത് പല കാര്യങ്ങളും പല മേഖലകളും ആളുകൾ ചിന്തിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് തൽക്കാലം ഒരു വിവാഹം വേണ്ട, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പോകാൻ എന്നുള്ള കാര്യത്തിലായിരുന്നു. അപ്പോഴാണ് അമ്മച്ചി ഇങ്ങനെ എനിക്ക് വേണ്ടി അവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എനിക്ക് വേണ്ടി ഒരു ആലോചന കൊണ്ടുതരികയും അങ്ങനെ ജീവിതത്തിൽ ദൈവം അടുത്തൊരു പുതിയൊരു വഴിത്തിരിവിലേക്ക് ദൈവം കൊണ്ടുവരാനിടയായി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, എനിക്ക് വേണ്ടി കരുതി ഈ കുടുംബത്തിന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. ദൈവവിശ്വാസികളെ ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അടിയന്റെ ജീവിതത്തിൽ ദൈവം ഒരു പുതിയ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാനും പുതിയ വഴികൾ തുറന്നു തരുവാനും ഞാൻ പ്രാർത്ഥിക്കാൻ. അടിയന്റെ വിവാഹ 24 നടക്കുകയാണ്. അന്ന് വന്ന് എല്ലാവരും അതിൽ സഹകരിക്കണം എന്ന് ഞാൻ ആത്മാർത്ഥ അപേക്ഷയോടും ഇത്രയും പറഞ്ഞു ഞാൻ സാക്ഷി നിർത്തുന്നു. ദൈവം